ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 മെയ് മാസം 20-ാം തീയതി ഇടവമാസം 6-ാം തീയതി ചൊവ്വാഴ്ച, സമയം രാവിലെ 6 മണി. സംസ്ഥാനത്ത് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ സ്വർണ്ണവില വീണ്ടും വർദ്ധിച്ചു. വെള്ളിയാഴ്ച ഉയർച്ച രേഖപ്പെടുത്തിയ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉയർന്നു എങ്കിലും കേരള വിപണിയിൽ ശനി ഞായർ ദിവസങ്ങളിൽ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. ആഴ്ചയുടെ ആദ്യ ദിനമായ ഇന്നലെ പവന് 280 രൂപയും ഗ്രാമിന് 35 രൂപയും ഉയർന്ന സ്വർണം ദിവസങ്ങൾക്ക് ശേഷം 70,000 രൂപ മറികടന്നുകൊണ്ട് പവന് 70,040 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. ഗ്രാമിന് 8,755 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില. അന്താരാഷ്ട്ര വിപണിയിൽ വില ഉയർന്നതാണ് കേരളത്തിലും വില വർദ്ധിക്കാൻ കാരണമായത്. ഇന്നലെ രാവിലെ $3,210 പരിധിയിലായിരുന്ന അന്താരാഷ്ട്ര സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും ഉയർന്ന് $3,230 പരിധിയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് സംസ്ഥാനത്ത് നിന്ന് വില ഉയരാനാണ് സാധ്യത. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് $3,233, സംസ്ഥാനത്ത് നിന്ന് 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,550 രൂപ, 1 പവൻ 76,407 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,163 രൂപ, 1 പവൻ 57,305 രൂപ. ഇന്നത്തെ 916 സ്വർണ്ണവില 1 ഗ്രാം 8,755 രൂപ, 1 പവൻ 70,040 രൂപ. ഇന്ന് സംസ്ഥാനത്ത് വെള്ളിവില 1 ഗ്രാം 108 രൂപ, 1 കിലോ 1,80,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്